സുഖമാണെന്ന് വിചാരിക്കും. അപ്പം ഇന്ന് വേറെ ഒന്നല്ല പ്ലാൻ. അനിയത്തി ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തന്നെ ആയിരുന്നു. അവളെന്തോ തട്ടിപ്പ് ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കതെന്താ നോക്കാം അല്ലേ? അവൾ ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ക്ലിപ്സ് എടുത്തേക്കും. അത് വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. അവളറിയില്ല, അവളിപ്പോൾ താഴെ എന്തോ എടുക്കാൻ പോയിക്കാണ്. അതിനുള്ളിൽ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തോ കാര്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഇതെന്തോ സംഭവം നോക്കിയേ, ഡാൻസോ? ഇത് മറ്റേ ഇന്ന് കമ്പ്യൂട്ടറിലൊക്കെ ചെക്കിങ് ആയിരുന്നു. സപ്ലൈസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ തന്നെയാണ് കാര്യം. കാരണം ഞാൻ ജാവലിങ് ചെയ്തതൊക്കെ നോക്കി വെച്ചിട്ട് പൂതി വെച്ച് പോലാണ് ആളെ പണി. അപ്പോൾ ഇത് നോക്കിയേ, ജാവലിങ് സപ്ലൈസിൽ സ്റ്റാമ്പ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം അവളുടെ ടാബിൾ ഇതാണ്. അവൾ UKG മേടിച്ച ടാബിളാണ്. അപ്പോൾ അവൾ തോട്ടിലെത്തി. അപ്പം പുതിയ ടാബിൾ അമ്മ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് അവളുടെ റൂമെന്ന് പറയുന്നത്. ഇത് ഏട്ടൻ്റെ ടാബിളാണ്. അപ്പോൾ എൻ്റെ ടാബിൾ അപ്പുറത്തെ റൂമിൽ ഞാൻ വെച്ചേക്കാണ് കേട്ടോ. അവളിതൊക്കെ ഇങ്ങനെ ഓരോ സേവിങ്സ് ചെയ്യുന്ന പോലെ മേടിക്കുന്നതാണ്. ഓരോന്ന് മേടിച്ച് കൂട്ടും. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തേക്കോ. എനിക്കാണ് ചെറിയൊരു പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇമ്മാതിരി തട്ടിപ്പൊക്കെ ഒപ്പിക്കുമല്ലോ. ഇതൊക്കെ എൻ്റെ കളേഴ്സ് അവളുടെ കളേഴ്സൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ്. പക്ഷേ സൂക്ഷിക്കാൻ ഞാനാണ് ഒപ്പിക്കാറുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതാണ് അവളുടെ റൂമെന്ന് പറയുന്നത്. ഫുൾ അലങ്കോലമായിരിക്കും. ഇന്നിപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കലും അതേപോലെ പുതിയതുണ്ടാക്കിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു കട്ടറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് കുറച്ച് ഞാൻ കൊടുത്ത കവായി ഷീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കൊരു ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം അടിഭാഗമൊക്കെ നോക്കി ഉണ്ടാക്കിയ എല്ലാ ചെയ്യണം ഇതിനും കാണാനുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇന്ന് കണ്ടോ, കട്ടിൻ്റെ അടി വരെ അവൾ നന്നാക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് അവളുടെ റൂമിൻ്റെ അവസ്ഥ. നിങ്ങളുടെ ആരെങ്കിലും അനിയത്തിമാർ ഇതുപോലെയാണോ നിൽക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുപിടിച്ച് ക്ലിപ്സ് എടുത്ത് വെക്കലാണ് എൻ്റെ പണി. അങ്ങനെ ഇങ്ങനത്തെ ഓരോ തട്ടിപ്പ് ഉണ്ടാക്കുന്ന സിബ്ലിങ്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒക്കെ നബ്ബൈ. ചെറിയൊരു കച്ചറിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഇതേപോലത്തെ സിബ്ലിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും അവളെ വിളിച്ചിട്ട് നമ്മളിതൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ പറയുമ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷൻ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജിഫുവോ ഒന്നിങ്ങോട്ട് വന്നേ. അതിൻ്റെ ടേബിളില്ലേ ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്ത്. എനിക്കതേ കുഴപ്പമുണ്ടോ? ഇജ്ജുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എത്തേ നോക്കേ, ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഉണ്ടാക്കിയതാ എന്ന് പേക്കാണ്ട് അയവ എന്തേ? ഇനി ഈ വീഡിയോ നിന്നെ കാട്ടാൻ വരുമോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലേ. അവളുടെ റൂമാണിത്. ഫുള്ളായിട്ട് അലങ്കോലൊക്കെ എടുക്കാല്ലേ. ഞാൻ റൂം കയറ്റാത്തപ്പോൾ ടേബിളൊക്കെ ഇങ്ങോട്ട് ഇട്ട് വരും. റൂം ഉണ്ടാക്കിയാലേ ഇനി ആളെ പണി. അതാണ് ഞാൻ പറഞ്ഞില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ള് ഇതിനാണ്. ഇതേപോലത്തെ തട്ടിപ്പ് സിബ്ലിങ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒക്കെ നബ്ബൈ.